നമസ്കാരം, ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ കർക്കടകം, ചിങ്ങം എന്നീ രാശികളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 16 വരെ സൂര്യൻ കർക്കടകത്തിലും ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 31 വരെ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിൽ, ബുധൻ ഓഗസ്റ്റ് 30 വരെ കർക്കടകൻ രാശിയിൽ, ശുക്രൻ ഓഗസ്റ്റ് 21 വരെ കർക്കടകത്തിലും ശേഷം ചിങ്ങൻ രാശിയിലുമായി സഞ്ചരിക്കുന്നു. ഗുരു മിഥുനൻ രാശിയിൽ, ശനി മീനൻ രാശിയിൽ, കേതു ചിങ്ങൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. തുലാം, വൃശ്ചികം, ധനു എന്നീ 3 രാശികളുടെ ഫലമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി തുലാം രാശി. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. സൂര്യൻ തുലാം രാശിയുടെ 11ാം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ തുലാം രാശിയുടെ 10ഉം 11ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും സൂര്യന് അനുകൂല ഭാവങ്ങളാണ്. ഓഗസ്റ്റ് 16 വരെ 10ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഏത് പ്രവർത്തനങ്ങൾക്കും വിജയമുണ്ടാകും. തൊഴിൽ തടസ്സങ്ങൾ മാറി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ പുനരാരംഭിക്കാൻ കഴിയും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന ജോലികൾ കിട്ടാൻ സാധ്യതയുമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കണം. ഓഗസ്റ്റ് 16-ന് ശേഷം 11ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ കുറച്ചുകൂടി നല്ല ഫലങ്ങളാണ് സൂര്യൻ നൽകുന്നത്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് നിന്ന് ധനവരവ് വർദ്ധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും മംഗളകർമ്മങ്ങൾക്കുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു. മനസ്സന്തോഷമുണ്ടാകുന്നു. വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കും. ഓഗസ്റ്റ് മാസത്തിൽ അങ്ങനെ സൂര്യൻ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ മാത്രമാണ് നൽകുന്നത്. 10ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിപുണയോഗം നിർമ്മിച്ച് ഓഗസ്റ്റ് 16 വരെ സ്ഥിതി ചെയ്യുന്നു. ശേഷം ബുധൻ തനിച്ച് ഓഗസ്റ്റ് 30 വരെ ശ്രേഷ്ഠമായ ഫലങ്ങളും നൽകുന്നു. ഇവ രണ്ടും കർമ്മരംഗത്തെ ശുഭഫലങ്ങളാണ് നൽകുന്നത്. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ യോഗം വളരെ ഉപകാരപ്രദമായിരിക്കും. കർമ്മരംഗത്ത് പ്രവർത്തനങ്ങൾ ഊഷ്മളമാകും. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവുണ്ടാകും. പദവികൾ ലഭിക്കും. 7ാം ഭാവാധിപനായ ചൊവ്വ വ്യയസ്ഥാനമായ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർക്ക് ചിലവുകൾ വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ പാഴ്ചെലവുകൾ കൂടുതലായി ഉണ്ടാകുമെന്നർത്ഥം. യാത്രകൾ കൂടുതലായിരിക്കും. കഠിനാധ്വാനവും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകും ഈ സമയത്ത്. 5ാം ഭാവാധിപനായ ശനി 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഗുണഫലങ്ങളാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് മനോശക്തി കൂടുന്നു. മത്സരവീര്യം വർദ്ധിക്കുന്നു. അങ്ങനെ മത്സര പരീക്ഷകളിൽ വിജയം വരിക്കാൻ കഴിയുന്നു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് തൊഴിൽ ചെയ്യാനും അവസരം ലഭിക്കുന്നു. സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള അവസരവും ഈ സമയത്ത് ഉണ്ടാകും. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ്. എന്നാൽ ദമ്പതികൾക്ക് സമയം അത്ര നല്ലതല്ല. 5ാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. ഇത് മനസ്സമാധാനം കുറയ്ക്കുന്നു. സന്താന ക്ലേശവും ധനഹാനിയും സംഭവിക്കുന്നു. എന്നാൽ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ധനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും ആർഭാട വസ്തുക്കളും നൽകുന്നു. ഭൂമി വാങ്ങാനും വിൽക്കാനും ഈ സമയം വളരെ അനുകൂലമാണ്. കൂടാതെ എല്ലാ വിധത്തിലുള്ള സന്തോഷവും സുഖവും ഈ സമയത്ത് കേതു നൽകുന്നു. 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ശുക്രനും വിചാരിക്കുന്ന ഏത് കാര്യങ്ങൾക്കും അഭിവൃദ്ധിയും വിജയവും ഉണ്ടാക്കുന്നു. ആരോഗ്യം പുഷ്ടിപ്പെടും. രോഗമുക്തി ഉണ്ടാകും. പ്രതാപവും പ്രശസ്തിയും കൂടി ലഭിക്കുന്ന സമയമാണ്. സന്താനപ്രാപ്തിയും സ്ഥാനമാന ലാഭങ്ങളും ഉണ്ടാകുന്നു. 10ലെ ബുധനും വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളാണ് നൽകുന്നത്. പുതിയ സ്ഥാനമാനങ്ങളും ശത്രുക്കളുടെ പരാജയവുമാണ് 10ലെ ബുധൻ നൽകുന്നത്. വ്യയസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വ രോഗങ്ങളും ശത്രുശല്യവും ഉണ്ടാക്കുന്നു. ചിലവുകൾ വർദ്ധിക്കും. നേത്രരോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ സൂര്യൻ, ശനി, വ്യാഴം, ശുക്രൻ, ബുധൻ, കേതു എന്നീ ഗ്രഹങ്ങൾ എല്ലാം ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരാണ്. ആയതിനാൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളുടെ ദിനങ്ങളായിരിക്കും. രാഹുവും ചൊവ്വയും മാത്രമാണ് നിങ്ങൾക്ക് പ്രതികൂലർ. അതുകൊണ്ട്
ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുങ്കുമാർച്ചന നടത്തുക. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ പതിവായി ആയില്യ പൂജയും നടത്തണം. ഐശ്വര്യം വർദ്ധിക്കും. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയുടെ കർമ്മഭാവാധിപനായ സൂര്യൻ വൃശ്ചികത്തിൻ്റെ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 16 തീയതി വരെ സൂര്യൻ നല്ല ഫലങ്ങളല്ല നൽകുന്നത്. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അപവാദങ്ങൾ ഇടവരുത്താം, സൂക്ഷിക്കണം. ധനച്ചിലവുകൾ കൂടും, വരവ് കുറയും. ബന്ധുക്കൾ അകന്നു പോകാൻ അവസരമുണ്ടാക്കരുത്. പിതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. എന്നാൽ ഓഗസ്റ്റ് 16 ശേഷം 10ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ നല്ല ഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഏത് കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ കർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. പ്രത്യേകിച്ച് കൃഷി, വ്യാപാരം എന്നിവയ്ക്ക് ഉയർച്ചയുണ്ടാകും. ഇതിൽ നിന്നും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും. അവരുടെ യശസ്സ് വർദ്ധിക്കും. കുട്ടികൾക്ക് ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും പ്രീതി ലഭിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായ സൂര്യൻ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ കർമ്മരംഗത്ത് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധികാര സ്ഥാനങ്ങളിൽ തിളങ്ങാൻ കഴിയും. പലർക്കും പ്രമോഷനുകൾ ലഭിക്കും. സുഹൃത്തുക്കളുടെ അംഗീകാരങ്ങളും പ്രശംസയും ലഭിക്കും. 7ാം ഭാവാധിപനായ ശുക്രൻ ഓഗസ്റ്റ് 21 വരെ 8ാം ഭാവത്തിലും ശേഷം 9ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. 2 ഭാവങ്ങളും ശുക്രന് അനുകൂല ഭാവങ്ങളായതിനാൽ ഈ സമയത്ത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ധനലാഭമുണ്ടാകും. ആഗ്രഹിക്കുന്ന ബിസിനസ്സുകൾ തുടങ്ങാനും അതിൽ വിജയം കണ്ടെത്താനും കഴിയും. മനസ്സുഖവും ആരോഗ്യവും വർദ്ധിക്കും. 5ാം ഭാവാധിപനായ വ്യാഴം 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾക്ക് താമസമുണ്ടാകും. വിദേശ പഠനത്തിന് പോകാൻ തടസ്സമുണ്ടാകാം. പക്ഷേ മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാം ശാന്തമാകും. ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുന്നത് നല്ലതാണ്. പരിഹാരമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. എന്നാൽ ദമ്പതികൾക്ക് സമയം വളരെ മെച്ചമാണ്. 4ാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. ധനക്ലേശങ്ങളും ബന്ധുക്കളുടെ അകൽച്ചയും ഉണ്ടാക്കാം, സൂക്ഷിക്കണം. ശത്രുക്കൾ വർദ്ധിക്കുന്ന സമയമാണ്. കേസ് വഴക്കുകൾക്ക് പോകാൻ പാടില്ല. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. 10ാം ഭാവത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും. കർമ്മരംഗം പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ നീതി കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാം. ഈ സമയത്ത് ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും. 5ാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥിതി. 2025 മാർച്ച് 29 നിങ്ങൾക്ക് കണ്ടകശനി അവസാനിച്ചു. 5ലെ ശനിയും വലിയ നന്മകൾ നൽകുന്നില്ല എങ്കിലും 4ൽ ശനി സ്ഥിതി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായ പ്രയാസങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. ബന്ധുക്കളുമായി സഹകരിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പണം ഇടപാടുകളിൽ ശ്രദ്ധിക്കണം. വരവിൽ കൂടുതൽ ചിലവുണ്ടാകും ഈ സമയത്ത്. 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ അത്ര നല്ല ഫലങ്ങൾ നൽകുന്നില്ല. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രവിയുമായി യോഗം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്നു. 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നു. ആരോഗ്യപുഷ്ടി ഉണ്ടാക്കുന്നു. മനസ്സുഖം ലഭിക്കുന്നു. ഭൂമി ക്രയവിക്രയങ്ങളിൽ വൻപിച്ച നേട്ടം ഈ സമയത്ത് ലഭിക്കും. ഭൂമി കൈവശം വരാനുള്ള അവസരം കൂടിയാണ് ഇത്. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ ശുക്രനും ചൊവ്വയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായും വർദ്ധിപ്പിക്കും. മറ്റു ഗ്രഹങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ഭാഗ്യഭാവാധിപനായ സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ ധനുരാശിയുടെ അഷ്ടമ ഭാഗ്യഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ഗവൺമെൻറ്റിൽ നിന്നും പ്രതികൂല അനുഭവങ്ങളാണ് നൽകുന്നത്. ഗവൺമെൻറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്
കാര്യം സാധിക്കാൻ കുറച്ച് താമസം അനുഭവപ്പെടും. കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവുണ്ടാകും. ഭാര്യയിൽ നിന്നും അപ്രീതി ഉണ്ടാകാം. എതിരാളികളുടെ ശല്യവും അത് നിമിത്തം ഭയവും തോന്നുന്ന സമയമാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ 9-ാം ഭാവത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുമ്പോഴും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നില്ല. ഈ സമയത്ത് അപവാദം കേൾക്കാൻ സാഹചര്യമുണ്ടാക്കരുത്. ധനച്ചിലവുകളും ബന്ധുക്കളുടെ സഹകരണമില്ലായ്മയും ഉണ്ടാകാം. പൊതുവെ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് സൂര്യനിൽ നിന്നും നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നില്ല എന്ന് സാരം. ഈ സമയത്തെ ശിവഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. 10-ാം ഭാവാധിപനായ ബുധൻ ഓഗസ്റ്റ് 30 വരെ അഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഉയർച്ചയുണ്ടാക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രതാപവും പ്രസിദ്ധിയും വർദ്ധിക്കുന്നു. സാഹിത്യത്തിൽ അഭിരുചിയുള്ളവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ ഉള്ള സമയമാണ്. ഗ്രന്ഥരചനയിൽ അഭിരുചി കൂടും. വ്യാപാരികൾക്ക് ധനവരവ് വർദ്ധിക്കും. 7-ാം ഭാവാധിപൻ കൂടിയായ ബുധൻ വ്യാപാരികൾക്ക് ശ്രേഷ്ഠമായ ഫലങ്ങളാണ് നൽകുന്നത്. വ്യവസായം വിപുലീകരിക്കാൻ കഴിയും. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുന്നു. 5-ാം ഭാവാധിപനായ ചൊവ്വ കർമ്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് സമയം മെച്ചമാണ്. ഉത്സാഹവും തൻ്റെടവും വിവേകവും വർദ്ധിക്കും. കുട്ടികൾക്ക് ഒരു മേധാവിത്വ സ്വഭാവം ഉടലെടുക്കും. സഹപ്രവർത്തകരോട് കലഹമുണ്ടാക്കാൻ ശ്രമിക്കരുത്. മത്സരങ്ങളിൽ വിജയം ഉറപ്പാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ കഴിയും. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ദമ്പതികൾക്കും സമയം വളരെ ശ്രേഷ്ഠമാണ്. രാഹു 2025 മെയ് 18 നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു. ഇത് ഏത് കാര്യങ്ങൾക്കും വിജയം നൽകും. ആരോഗ്യം വർദ്ധിക്കും. അസുഖങ്ങൾ മാറിക്കിട്ടും. സുഖവും ധനലാഭവും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയം വളരെ മെച്ചമായിരിക്കും. ദുശീലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും. മദ്യപാനം, പുകവലി എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും എന്ന് സാരം. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് രാശി മാറി. നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി. ജാതകത്തിൽ ശനിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഫലങ്ങളുടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്. 4-ലെ ശനി ശത്രു, രോഗം എന്നിവയെ വർദ്ധിപ്പിക്കുന്നു. ചിലവുകൾ വർദ്ധിക്കും. ഗ്രഹനാഥന് കുടുംബത്തിൽ നിന്നും ചിലപ്പോൾ മാറി നിൽക്കാനുള്ള അവസരമുണ്ടാകും. മാതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകാം. പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവിക്കും എന്ന് സാരം. 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ കളത്ര ഭാവത്തിലേക്ക് രാശി മാറി. നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നു. ഗവൺമെൻറ്റിൽ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഈ സമയം അത് ലഭിക്കും. ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാക്കും. ആരോഗ്യം വർദ്ധിക്കും. വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടക്കും. നാനാവിധ സുഖങ്ങളും ലഭിക്കും. സ്ത്രീ സുഖവും സന്താന സുഖവും ലഭിക്കും. എന്നാൽ 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഓഗസ്റ്റ് മാസത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. ധനച്ചിലവുകളും വിഘ്നങ്ങളും വ്യവസായത്തിൽ മാന്ദ്യതയും ഉണ്ടാക്കുന്നു. സ്ത്രീകളോട് കലഹമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശരീരപീഡ ഉണ്ടാക്കാം. അപമാനവും രോഗവും ധനനഷ്ടവും പ്രതീക്ഷിക്കാം. പൊതുവെ ഗുരു, രാഹു, ബുധൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നു. ശനി, സൂര്യൻ, ശുക്രൻ, കേതു എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്ര ദർശനം തന്നെ നടത്തണം. വഴിപാടുകൾ നടത്തുക. ഗ്രഹദോഷങ്ങൾ തീർച്ചയായും അകന്നു പോകും. കളത്ര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ അനുകൂലത മാത്രം മതി എല്ലാ ദോഷങ്ങളും അകന്നു പോകാൻ. ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്താൻ മറക്കരുത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.